ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തമിഴ്നാട് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് ഫംഗ്ഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതാണ് ആ ചേച്ചി കേട്ടോ. ചേച്ചി നമുക്ക് ചന്ദനവും സിന്ദൂരവും ഒക്കെ തന്നാണ് സ്വീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആചാരം അങ്ങനെ ആയിരിക്കാം, ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവർ കുങ്കുമമൊക്കെ തൊട്ട് കുറിയൊക്കെ തൊട്ട് കേട്ടോ ഞങ്ങളെല്ലാവരും അകത്തോട്ട് കയറി. അപ്പം ഇവിടെ ഇങ്ങനെ വീട് കയറിക്കൂടലാണെങ്കിലും ഇങ്ങനെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ നടത്തുന്നത്. അവർ ഇതുപോലെ ഓഡിറ്റോറിയം ഒക്കെ എടുത്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സംഭവം പോകുന്നത്. അപ്പോൾ അത് കാരണം എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കേട്ടോ, സംഭാവനയൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ്. ഈ തേങ്ങ, അരി, പഴക്കൊല, ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ. അത് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞതാണ്. പിന്നെ ഇത് നമുക്ക് വിളമ്പാനുള്ള ഫുഡൊക്കെ അവർ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുവാണ്. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഹാളിലിരുന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് നടന്നു കേട്ടോ. അവരുടെ വീട് തൊട്ടടുത്താണെന്ന് പറഞ്ഞ് അപ്പം വീട്ടിലൊക്കെ ഒന്ന് പോയി. പക്ഷേ വീടിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ അത് അവരോട് ചോദിക്കാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. അപ്പം ഞങ്ങളിത് ഇങ്ങനെ പതിയെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് കോലമൊക്കെ ഇട്ടേക്കുന്നുണ്ട് ഇങ്ങനെ നടന്നു പോകണം. അവിടെയൊക്കെ എല്ലായിടും ഇങ്ങനെ പാട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞങ്ങളെല്ലാവരും നല്ല വെയിലായിരുന്നു, എന്നാലും ഇങ്ങനെ നടന്ന് ആ വീട്ടിലോട്ട് ഇങ്ങനെ പോകണം. കുറച്ച് ദൂരേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കോലമൊക്കെ ഇട്ടേക്കുന്നത് കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകുമായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഇങ്ങോട്ട് പോയ വഴിക്ക് ഒരു മണ്ണ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ വീട്. ഈ എല്ലായിടും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോഴത്തേനും ഞാനത് വീഡിയോയിൽ എടുത്തതേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. സാമ്പാർ പൊടി നമ്മളിവിടെ പൊടിച്ചെടുക്കുമോ വീട്ടിൽ പോയാൽ? അതവർ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണക്കുന്ന കൂട്ടാണ് കേട്ടോ. നല്ല മണമായിരുന്നു. അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ നല്ല സാമ്പാറിൻ്റെ മണം ഉണ്ടായിരുന്നു. ഞങ്ങളത് പറയുകയും ചെയ്തു. ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കോലമൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾ അവരുടെ വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങളിങ്ങ് തിരിച്ച് പോന്നു. ഞാൻ അന്നേരം കുറച്ച് നേരം ടെറസിലൊക്കെ കയറി. ഭയങ്കര ചൂടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ചോറും, ഇതെനിക്ക് തോന്നുന്നു പച്ചരിയോ പൊന്നിയരി അങ്ങനെ എന്തോ അരിയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ചോറുമായിട്ട് അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ചോറും കറികളും ഒക്കെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇടയ്ക്ക് പഴനിയിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് ഞാനങ്ങനെ ചോറൊന്നും പുറത്തൊന്നും മേടിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അവരുടെ കറിയുടെ ടേസ്റ്റും ഒന്നും അത്ര അങ്ങോട്ട് ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരു ചിക്കനും അതുപോലെ തന്നെ മട്ടൻ കറി, അതിൻ്റെ ഗ്രേവി, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ സലാഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നല്ലോണം ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ആദ്യക്കൂട്ടനാണ് ഒട്ടും ചോറ് കഴിച്ചില്ല. അവന് ചോറ് വേണ്ടാതെ, വേറൊന്നുമില്ല, അവർ വണ്ടിയിലിരുന്നപ്പം കുറേ സ്നാക്സും അതും ഇതുമൊക്കെ എല്ലാവരും കൂടെ സംസാരിച്ച് കൊടുത്തുമൊക്കെ അങ്ങനെ പിള്ളേർക്ക് കുറേ സ്നാക്സും അതും ഇതുമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് അവന് ഒട്ടും ചോറ് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ കയറി താമസം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ വെക്കുന്നത് പിള്ളേർ എന്തെങ്കിലും പഠിപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഓരോ ഫംഗ്ഷൻ എല്ലാവരും വെക്കും. അപ്പോൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർക്ക് പൈസയൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോൾ അതൊക്കെ തിരിച്ച് ഇതുപോലെ അവർ വീണ്ടും മറ്റുള്ളവർ വെക്കുമ്പോൾ ആ മേടിച്ച പൈസ അവർ തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കേട്ടോ. എനിക്കതിൻ്റെ കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാലും അവർ പറഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോരുവാണ്. ഞങ്ങൾ പിന്നെ ഒത്തിരി സമയം അവിടെ ഇരുന്ന് നേരം കളഞ്ഞില്ല, കാരണം വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും തമിഴ്നാട് വരെ വന്നതല്ലേ, അപ്പോൾ എല്ലായിടും ഒന്ന് പയ്യെ കറങ്ങിയിട്ടൊക്കെ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ വണ്ടിയൊക്കെ കയറി വീണ്ടും പാട്ടും ഡാൻസും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് ഡെഡ് ബോഡി കൊണ്ടുവന്ന ചടങ്ങ്. ഭയങ്കര കൊട്ടും മേളം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അവർക്ക് മരിച്ചു കഴിയുമ്പോഴത്തേനും ഭയങ്കര ഹാപ്പി ആയിട്ട് അവരെ യാത്ര അയക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിലായിരിക്കും. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ബാൻഡ് മേളവും ഡാൻസും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഡെഡ് ബോഡിയും കൊണ്ട് പോകുന്നത്. ഞാൻ 1-2 പ്രാവശ്യം നേരത്തെ പഴനി പോയ സമയത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെ കാണാറില്ലേ. അപ്പോൾ നമ്മളിനിയും മുന്തിരിപ്പാടം കാണാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മളിനി അങ്ങോട്ട് പോകാമെന്ന് ഓർത്തും കൊണ്ട് വെളിയിലൊക്കെ നോക്കിയിരുന്ന് ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മുന്തിരിപ്പാടത്തിൻ്റെ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാമെന്ന് ഓർത്തു.
അങ്ങനെ നമ്മുടെ ഡാൻസും പാട്ടുമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി പയ്യെ മുന്തിരിപ്പാടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസും പാട്ടുമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് നേരം അവിടെ നിന്ന് തുള്ളി കളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവിടെ തന്നെ ആണെങ്കിലും ഇതുപോലെ പിള്ളേർക്ക് കളിക്കാൻ ചെറിയ ഒരു പാർക്ക് പോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെയാണ് ഇങ്ങനെ ടയറൊക്കെ നമ്മളെടുത്ത് കളയും. അവരതൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അറിയത്തില്ല, നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ അവരുടെ എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരികൾ പറിക്കരുത്. പറിച്ചാൽ അവർ പൈസ ഈടാക്കുന്നേ ഉള്ളൂ. വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ നടത്തില്ല. ഞങ്ങളാരും പറിക്കാനും എടുക്കാനൊന്നും പോയില്ല. അതുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ കെട്ടി വെച്ചേക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആദ്യം അങ്ങ് പോയി കയറി. അവൻ കയറിപ്പോയതേ അത് പറിക്കാൻ തുടങ്ങുന്നു കേട്ടോ. പറിച്ചില്ല. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു തൊടലേ എന്ന് പറഞ്ഞ് ഒച്ച വെച്ചപ്പോഴത്തേനും ആശാനിങ്ങ് തിരിച്ചു പോകുന്നു. എന്തായാലും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണ് മക്കളെ, എനിക്ക് തോന്നുന്നു ഒരുമാതിരി അറിവായലിപ്പിനെ കല്ലു ആദ്യമായിട്ടാണ് കാണുന്നത്. കുഞ്ഞിലെ പോയിട്ടുണ്ട്, പഴനിക്ക് പോയിട്ടില്ല എന്നല്ല, എന്നാലും മുന്തിരിപ്പാടത്തിലൊന്നും അവിടെ കുഞ്ഞിലെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളതേ ഉള്ളൂ. അതിൽക്കൂട്ടൊന്നും പോയിട്ടും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആദിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവനും ജ്യൂസ് മതിയെന്ന് പറഞ്ഞിട്ട് അവനൊരു ജ്യൂസ് മേടിച്ചു കൊടുത്തു. കല്ലൂന് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേനും കല്ലൂന് ജ്യൂസ് വേണ്ട, അപ്പുറത്ത് വൈനുണ്ട്, അത് മേടിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. കൊള്ളാമോ ആദിക്കട്ടാ? അങ്ങനെ അതും കഴിഞ്ഞ് കല്ലൂന് 100 വർഷം പഴക്കമുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷെ അത്രയൊന്നും കാണത്തില്ല, ഒരു 40-45 ദിവസത്തെ പഴക്കം കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ വൈനൊക്കെ മേടിച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് അച്ഛനും മോളും കൂടെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാണ് കേട്ടോ വന്നത്. ഞാൻ ആദ്യക്കുട്ടനെയും കൊണ്ട് വന്ന് ഇവിടെ വന്നിരുന്ന് കളിയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ കല്ലുവും വന്ന്. പിന്നെ ഞങ്ങൾ കുറേ നേരം എല്ലാവരും കൂടെ അവിടെ നിന്ന് പിള്ളേരൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് പിള്ളേരും വലിയവരും ഒക്കെ കളിച്ച് കേട്ടോ. ചേട്ടായും ശ്യാമും ഒക്കെ കൂടെ കുറേ നേരം അതേ കയറിയിരുന്നു. പിന്നെ ബിജു ചേട്ടൻ കയറിയിരുന്ന് കറങ്ങി. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോരോ കുട്ടിയാണെന്ന് പറയുന്നത് ചുമ്മാ അതൊന്നും അല്ല, എല്ലാവർക്കും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നേച്ച് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ച് വന്ന് ഞങ്ങൾ ഒരു ചന്തയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള ഒരു മാർക്കറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പ്ലാനിനകത്ത് എനിക്ക് പ്ലാൻ ചെയ്യാൻ ഒന്നുമില്ലായിരുന്നു. കാരണം സർപ്രൈസായിട്ട് പോകുന്നത് കാരണം അങ്ങനെ ഒരു പ്ലാനിങ്ങും കാര്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് കവറോ സാധനങ്ങളോ അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വിലക്കുറവിന് അത്യാവശ്യം ചില സാധനങ്ങൾക്കൊക്കെ നല്ല വില വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ അവിടെയൊക്കെ നടന്ന എല്ലാ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത്. നമുക്ക് ഒരു രക്ഷയില്ലായിരുന്നു, ചൂട് സഹിക്കാൻ പറ്റത്തില്ലാത്ത അത്ര ചൂടായിരുന്നു. അത് കാരണം കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കണ്ടു. പിന്നെ എന്താണ്, നല്ല ഫ്രഷ് സാധനങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് പിന്നെ വീണ്ടും വണ്ടിയെ വന്ന് ഞങ്ങൾ തിരിച്ച് പോരുവാണ് കേട്ടോ. വന്ന് ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ അടുത്ത സ്ഥലം. ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേനും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടൊക്കെ ഉണ്ടാകും. നമ്മൾ അവരുടെ വെള്ളം വരുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനകത്തു നിന്നുള്ള വെള്ളം വരുന്ന ഓവാണെന്നാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത്. അപ്പം പ്രസാദേട്ടൻ ചേട്ടായിയെ വഴക്ക് അടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വരുവാണ് കേട്ടോ. ഇറങ്ങി വാ, നമുക്ക് പോകാം, സമയം ലേറ്റ് ആകുമല്ലേ. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞൊക്കെയാണ് തിരിച്ചു വന്നത് കേട്ടോ. അത് കഴിഞ്ഞത് ഇങ്ങോട്ട് വന്നപ്പോൾ വരുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ. എന്നോ രസമായിരുന്നെന്നറിയോ കാണാനായിട്ട്. ഇങ്ങനെ അങ്ങ് കണ്ണ് മിഞ്ചി പോകും. നമ്മൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അടുത്ത സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പരുന്തുംപാറയിലും കൂടെ കയറിയിട്ട് പോകാമെന്നും പറഞ്ഞു. അപ്പോഴേക്കും നമ്മൾ ലേറ്റ് ആകും. പിന്നെ പരുന്തുംപാറയിൽ വന്ന് കുറേ സമയം അവിടെ നിന്നിട്ടാണ് പോയത് കേട്ടോ. കുറേ സമയം നിന്നെന്ന് പറയാൻ ഒത്തിരി നേരം നമ്മളവിടെ നിന്ന് പിള്ളേരുമായിട്ടൊക്കെ കുറേ നേരം കളിച്ചു, അങ്ങനെയൊക്കെ നിന്നിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഇങ്ങനെ നടന്നു എല്ലാം കണ്ട്. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവധി ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ഇനി ഞായറാഴ്ചയും ശനിയും ഞായറും തിങ്കളും 3 ദിവസം അവധിയല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരിക്കും. ഞായറാഴ്ചയായിട്ട് നല്ല തിരക്കായിരുന്നു, നല്ല ആളുണ്ടായിരുന്നു. ഞങ്ങൾ പോരുമ്പോഴും ഒക്കെ ഞങ്ങൾ കുറച്ച് വൈകിയാണ് ഇറങ്ങിയത്. അന്നേരവും നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് അവർക്ക് രണ്ടുപേർക്കും പട്ടം വേണമെന്ന് പറഞ്ഞു.
അപ്പോൾ 2 പേർക്കും പട്ടം മേടിച്ച് കൊടുത്ത് വെറുതെ ആയിപ്പോയി കേട്ടോ. 50 രൂപ വെച്ച് വെറുതെ പോയി. ഇവർക്ക് പറത്താനൊന്നും അറിയത്തില്ല. ബബിൾസ് മേടിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ പട്ടം കണ്ടപ്പോഴത്തേനും കല്ല് ഒരേ ബഹളം, എനിക്കിപ്പോൾ പട്ടം മതി എന്നും പറഞ്ഞിട്ട് പട്ടം മേടിച്ച് 2 പേരെയും പട്ടം അവിടെ വെച്ച് തന്നെ പൊട്ടിയും പോയി. മേളിലോട്ടൊന്നും ചെന്നതും ഇല്ല കേട്ടോ. മേളിലോട്ടൊന്നും അങ്ങനെ പറന്നൊന്നുമില്ല. കുറച്ച് പേരൊക്കെ നന്നായിട്ട് പറത്താൻ അറിയാവുന്നവരൊക്കെ പറത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ നിന്ന് ഞങ്ങളിങ്ങനെ മലയിൽ കയറി. അവിടെ അപ്പുറത്തോട്ട് പോയില്ല കേട്ടോ, കുന്നിൻ്റെ പൊക്കത്തോട്ടൊന്നും പോയില്ല. ഇവിടെയൊക്കെ തന്നെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച്. പിന്നെ ഞങ്ങൾ അവിടെ വെച്ചൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ. അവരിങ്ങനെ എന്താ പറയുന്നത്, ഒരു ഫുൾ സൈസ് ഫോട്ടോ അല്ലെ ചെറിയ സൈസ് ഫോട്ടോ, അങ്ങനെ അവരോരോ സൈസിന് ഓരോ ഫോട്ടോയ്ക്ക് ഇങ്ങനെ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവർക്ക് മക്കൾക്ക് വെള്ളവും ഐസ്ക്രീമും ഒക്കെ മേടിച്ച് കൊടുത്ത് ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്ത ഫോട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് പോരുവാണ് കേട്ടോ. തിരിച്ച് പോകുന്ന കുറച്ച് നേരമൊക്കെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ശാന്തമായിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നേച്ച് വീണ്ടും തുടങ്ങി പാട്ടും ബഹളവും മേളവും ഒക്കെ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. രാത്രി ആയപ്പോഴത്തേനും പിന്നെ ലൈറ്റൊക്കെ ഇട്ടോ, ലൈറ്റൊക്കെ ഇട്ടായി, പിന്നെ ഡാൻസും മേളമൊക്കെ. അപ്പോൾ അതുവരെ അനങ്ങാതിരുന്നവരും ഒക്കെ എഴുന്നേറ്റ് പിന്നെ ഡാൻസും കളിയൊക്കെ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും സന്തോഷമായിരുന്നു ഈ ഒരു ട്രിപ്പ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. അത്രയും സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇറങ്ങാൻ നേരം ഭയങ്കര മടിയായിരുന്നു. വീട് അടുക്കാറായല്ലോ എത്തിയല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല, എൻ്റെ ഫോണിൽ ചാർജൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.